കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് വീഡിയോയിൽ ആദ്യം നിന്ന് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം കാണാം കേട്ടോ. അവൾക്ക് ഭയങ്കര സന്തോഷത്തോടെ ഭയങ്കര ചിരിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ട് മക്കളും മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോനും മാങ്ങ കൊണ്ടുവന്നിട്ട് മാംഗോ ഫ്രൂട്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കേട്ടിട്ടിരിക്കുകയാണ്. മോക്കും അതേന്ന് മോളും കൊണ്ടുവന്നിട്ട് മാംഗോ ഫ്രൂട്ട് ഉണ്ടാക്കാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും കുറേ ദിവസം കൊണ്ട് ചോദിച്ചിട്ടിരിക്കണം കേട്ടോ, അമ്മ വീട്ടിൽ മാംഗോ ഫ്രൂട്ട് ചെയ്ത് തരുമോ എന്ന് കേട്ടിട്ട്. അപ്പോൾ ഇന്ന് മക്കൾക്കൊന്ന് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ വീടെടുത്ത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ട് പഴുത്ത മാങ്ങയും പച്ചമാങ്ങയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പച്ചമാങ്ങയും 4 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ, പഴമാങ്ങയും. അപ്പോൾ ഇങ്ങനെ വീഡിയോയിലൊക്കെ ചിലതിങ്ങനെ കാണാറുണ്ട് കേട്ടോ, മാങ്ങയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഞാനും ഒന്നിങ്ങനെ ചെയ്ത് നോക്കണം ഭയങ്കര ആഗ്രഹം കേട്ടോ. പക്ഷേ ഫസ്റ്റ് ഒന്ന് ചെയ്ത് കേട്ടോ, അത് ചീറ്റിപ്പോയി, നന്നായിട്ട് വന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തപ്പോഴത്തേക്കും നന്നായിട്ട് വന്നു കേട്ടോ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അല്ലേ അതിൽ നിന്ന് നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ബാക്കിയുള്ള മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇങ്ങനെ ചെറിയ കുഞ്ഞു പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പച്ച മാങ്ങയോടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ച മാങ്ങ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത മാങ്ങയാണ് കേട്ടോ, പുളിപ്പ് കുറഞ്ഞ മാങ്ങയാണ്. അപ്പം ഞാനിത് ഒരു മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നല്ല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ മാങ്ങ ഒന്ന് തനി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പഴുത്ത മാങ്ങയുടെ കൂട്ടത്തിൽ ചേർത്തിട്ടില്ല, 2 തനിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ഈ പച്ച മാങ്ങ ഒന്ന് ആദ്യം നിന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ. അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വേകാനായിട്ട് വെക്കാം. മാങ്ങ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വിട്ട് കൊടുക്കാം. മാങ്ങ ഒന്ന് അരവേവായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പഴമാങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. മോൻ വന്നിട്ടുണ്ട് കേട്ടോ. അമ്മ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഇതേന്ന് ഡൗട്ടൊക്കെ തീർന്നിട്ട് പോയിന്ന് കളിച്ചിട്ടിരിക്കുകയാണ് രണ്ടുപേരും കൂടെ. നമ്മുടെ പച്ചമാങ്ങ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കതിലേക്ക് നമ്മുടെ പഴമാങ്ങ ചേർത്ത് കൊടുക്കാം. പഴുത്ത മാങ്ങയൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റില്ലേന്ന് കേട്ടോ വീട്ടിൽ ചെയ്യുമ്പോഴത്തേക്കും കിട്ടും. നമുക്ക് അതിലേക്ക് മധുരത്തിനനുസരിച്ച് ഞാൻ 4 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. 4 സ്പൂൺ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് അതിന് ശേഷം നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് തണുക്കാനായിട്ട് വെന്തതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു മിക്സി ജാറിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നന്നായി കട്ടയില്ലാത്ത രീതിയിൽ നന്നായി വേവിച്ചതുകൊണ്ടെന്ന് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും കേട്ടോ. നല്ലതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഒരു അരിപ്പിലേക്ക് ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അല്ലേ, നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നില്ല കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റില്ലേന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഒന്ന് കൊടുത്ത് നോക്കാം. അപ്പോൾ മോളാണെങ്കിൽ ഏതോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പണങ്ങിയിരിക്കണം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു